ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്താ സായിക്കുട്ടി ഉറക്കെ പറഞ്ഞാൽ ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ സ്വാഗതം സായിക്കുട്ടി പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സൺഡേത്തെ കുറച്ച് വിശേഷങ്ങളാണ് അല്ലേ. അപ്പൊ ഞായറാഴ്ചയാണ് ഞാൻ എന്റെ മക്കളെ ശരിക്കും പോലെ ഒന്ന് കാണല്. അപ്പൊ ഇന്ന് വരെ വിശേഷം എന്താ പറയാനുള്ളത്? അതായത് നമുക്ക് ഇന്ന് ഇവരൊന്ന് നന്നാക്കണം. പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് പണികളുണ്ട്. ഞാൻ സത്യം പറയാലോ, ഞായറാഴ്ച ഇവർ വീട്ടിലാകുമ്പോഴാണ് എല്ലാ ജോലികളും ചെയ്യാറ്. അപ്പൊ നമുക്കിന്ന് എല്ലാ ജോലികളിലേക്ക് കടക്കാം. ആ ക്യാമറ കുത്തി പിടിച്ചാണ് ചെല്. ഞായറാഴ്ച നമ്മൾ ആദ്യത്തെ പണി നഖം വെട്ടലാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ സായിക്കുട്ട നഖം ആദ്യത്തെ നഖൊക്കെ ഒന്ന് വെട്ടി. ചില സമയത്ത് നഖം വെട്ടാൻ മടിയാ. അപ്പൊ ഞാൻ ചില സമയത്തല്ല, എല്ലാ സമയത്തും നഖം വെട്ടാൻ മടിയാ. ഇങ്ങോട്ട് വന്നതിന് ശേഷം അമ്മ നഖം വെട്ടി തരാം, അതൊക്കെ മടിയാണ്. അപ്പൊ ഞാൻ നഖം വളർത്തും. അപ്പൊ അത് കാണുമ്പോ അമ്മക്ക് ദേഷ്യം വരും, അമ്മ അടുത്ത് വെട്ടി തരുമല്ലോ. ആ ഇറച്ചി കൂട്ടി വെട്ടല്ലേ. ആ ഞാൻ കാര്യത്തിൽ പറഞ്ഞതാ. ഞാൻ കാര്യത്തിൽ അറിയാതായി. ഇവനക്ക് നഖം ആദ്യം വെട്ടിക്കൊണ്ടാണ് വരുന്നത്. ഭയങ്കര പേടിയാ. അവനവൻ വെട്ടും, അവൻ വെട്ടൂല. സായിക്കുട്ടിക്കാണ് നഖം വെട്ടാൻ ഏറ്റവും വലിയ പേടി കേട്ടോ. ഞാൻ എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവൻ്റെ നഖം വെട്ടാൻ വല്ലാണ്ട് മറക്കുകയും ചെയ്യും. ഞാൻ പണ്ട് TTCക്ക് പഠിച്ചിരുന്ന സമയത്തൊക്കെ അവൻ്റെ നഖം വെട്ടാൻ മറന്നിട്ട് അവൻ്റെ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞ് എല്ലാ നഖങ്ങളും പെറുക്കി കൂട്ടി കൊണ്ടിടാനൊക്കെ സായിക്കുട്ടിനെ ഏൽപ്പിച്ചു. ഇന്നുമോൾക്ക് പിന്നെ ഞാൻ കാലുമത്തെ നഖമൊക്കെ വെട്ടി കൊടുത്തപ്പോൾ ഓൾക്ക് അതങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഓൾക്ക് അപ്പോൾ ഓൾ തന്നെ ഞാൻ നഖം വെട്ടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഓൾ തന്നെ സ്വന്തമായിട്ട് ഓൾ നഖം വെട്ടി. പിന്നെ ഇന്നുമോൾക്ക് പെഡിക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. ഇവരൊന്നും രാവിലെ സ്കൂളിലേക്ക് ധൃതി പിടിച്ച് കുളിച്ച് പോകുമ്പോഴേ കാലും മര്യാദയ്ക്ക് ഓരക്കൂല. അപ്പോൾ ഞാൻ ഇന്നുമോളോട് പറഞ്ഞു ചെറിയ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഷാമ്പൂ ഇങ്ങനെ ചെറിയ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പെഡിക്യൂർ ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ പെഡിക്യൂർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കാല് അതിനുള്ളിൽ മുക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ ഓക്കെ, എന്നാൽ ഒരു ഫേസ് മാസ്ക് കൂടാ എന്ന് പറഞ്ഞു. ഞാനിത് കുറച്ച് കാലം മുമ്പ് വാങ്ങിച്ചിരുന്ന ഒരു ഫേസ് മാസ്കാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുപ്പത്തേര് അതും മുഖത്ത് വെച്ചു. അപ്പോൾ സായിക്കുട്ടിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. സായിക്കുട്ടിനൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെക്കനക്ക് എണ്ണ തീരെ പറ്റൂല. എനിക്കാണെങ്കിൽ നല്ല എണ്ണ തേച്ച് കുളിപ്പിച്ച് ഇങ്ങനെ അങ്ങനെ കുളിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി സായിക്കുട്ടി ചെടികൾക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ താഴെ കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ. സൺഡേ അല്ലേ, പിന്നെ എല്ലാവർക്കും ഒരു സ്കൂള് പൂട്ടിയതിൻ്റെ ഇവരുടെ സ്കൂൾ കറക്റ്റായിട്ട് പൂട്ടിയിട്ടില്ല, എക്സാം ഇനിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് കുട്ടികളിരിക്കുന്നത്. ഇവളെ നഖമൊക്കെ ഒന്ന് ബ്രഷ് ഇട്ട് ഉരച്ചു കൊടുക്കണം കേട്ടോ. കാരണം കാലുമത്തെ നഖമൊക്കെ ബ്രഷ് ഇട്ട് ഉരച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും എന്നാവും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തായി തീരുമെന്നാവോ. ഇനിയിപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് മാസത്തിലൊരിക്കൽ പെഡിക്യൂർ ചെയ്യുകയാണെങ്കിൽ അവർ വൃത്തിയായിട്ട് ചെയ്ത് തരും കേട്ടോ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ പെഡിക്യൂർ ചെയ്ത് കൊടുക്കണ കാരണം കൊണ്ട് ആ പൈസ ഇങ്ങോട്ട് ലാഭിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നുമോട്ട് കാലൊക്കെ ഏകദേശം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ സായിക്കുട്ടിക്കും ആഗ്രഹം എനിക്കും കാല് പെഡിക്യൂർ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതിൽ മുക്കിയിരുന്നോന്ന് ഞാനും പറഞ്ഞു. പിന്നെ എൻ്റെ മോൾക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല വേർപ്പ് കാലൊക്കെ അല്ലേ. എൻ്റെ മോൾക്ക് ഭയങ്കര കട്ടിയുള്ള മുടിയായ കാരണം കൊണ്ട് ഭയങ്കര വേർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ചിരി പേനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചീവി കൊടുക്കണം. അപ്പോൾ ഉമ്മയാണ് പറഞ്ഞത് പുതിന ഇട്ടിട്ട് മറ്റേ എണ്ണയിൽ തേച്ച് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നാലൊരു ഹെയർ മാസ്ക് ഉണ്ട് പുതിന ഇല വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് അലോവേര പൗഡറും പുതിന ഇലയാണ്. ഇനിമോൾ അങ്ങനെ ഫേസ് മാസ്കൊക്കെ റിമൂവ് ചെയ്തിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുതിനയിലും അലോവേരേൻ്റെ പൗഡറും ചേർന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്നുമ്പോൾ തലയിൽ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തലേ ദിവസം ഞാൻ നല്ല എണ്ണയൊക്കെ തേച്ച് അവളുടെ തലയിൽ പേനൊക്കെ ചീവി കൊടുത്ത് വൃത്തിയാക്കി വെച്ചിരുന്ന മുടിയാണ്. അപ്പോൾ ഞാൻ ഹെയർ മാസ്ക് മതി എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ പേഴ്സണൽ ഹൈജീനിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നുമോൾക്ക് എപ്പോഴും കൊടുക്കാറുള്ളത് എവർടീൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈനാണ് കേട്ടോ. ഇത് 100% നാച്ചുറൽ ചാമമേൽ എക്സ്ട്രാക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിക്കിനി ലൈനും പിന്നെ അൺഡ്രാംസിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കും മുമ്പ് നമ്മൾ 72 മണിക്കൂർ മുമ്പ് ആ ഏരിയകളിൽ ഷേവ് ചെയ്തിട്ടും ഉണ്ടാവരുത്. പിന്നെ അവിടെ കട്ട്സോ മുറിവോ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനായ ഏരിയയിൽ നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോഴും പേഴ്സണൽ ഹൈജീനിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും കേട്ടോ. നമ്മൾ അമ്മമാർക്ക് അത് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കൂടെ നമ്മൾ അമ്മമാരാണ് ശരിക്കും കുട്ടികൾക്ക് ആ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു പാക്കിൽ ഇതുപോലത്തെ ഇത് ട്വിൻ പാക്കാണ്. അതുകൊണ്ട് 2 ക്രീം ഉണ്ടാവും, പിന്നെ ഇതിലൊരു സ്പാച്ചുല ഉണ്ടാവും, പിന്നെ അത് 2 ഗുളിക പോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ടാവും, ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോഴും നമ്മൾ പേഴ്സണൽ ഹൈജീനിന് റേസർ ഉപയോഗിക്കാതിരിക്കുക. ഇത് നമ്മൾ ക്രീമാണ്
എപ്പോഴും സേഫ്. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കട്ട്സ് വരില്ല, പിന്നെ ഇറിറ്റേഷന്, ചെറിയ ചെറിയ കുരുക്കൾ, ഇതൊന്നും ഇത് ഉപയോഗിക്കുമ്പോൾ വരില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഈ ഗുളിക പോലത്തെ ടിഷ്യൂ പേപ്പർ, ഇത് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീർത്ത് വരും. ഈ ഒരു സംഭവം നമുക്ക് ഏകദേശം ഒരു വലിയൊരു ടവലിൻ്റെ അത്രയും ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇതുപോലെ ടവൽ കൊണ്ട് നമ്മളിങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഹെയറും റിമൂവ് ചെയ്യും കേട്ടോ. ഈ 5 മിനിറ്റ് എന്നുള്ളത് നമ്മൾ ഹെയർ ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ ഒരു 6-7 മിനിറ്റ് ഒന്ന് ആവാം കേട്ടോ. ഈ ഒരു ക്രീമിന് സാധാരണ ഹെയർ റിമൂവർ ക്രീമിന് ഉണ്ടാവുന്ന ഹാർഡ് സ്മെല്ല് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇത് ഇൻഗ്രോൺ ഹെയർസിനെയും പ്രിവെൻറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിന് ഒരു സിൽക്കി സ്മൂത്ത് സ്ട്രക്ചർ തരും കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എവർട്ടീൻ്റെ ഈ ഹെയർ റിമൂവൽ ക്രീം എന്തായാലും യൂസ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ് കുളിച്ചൊരുങ്ങി വന്ന് ഇനി എനിക്ക് കുറച്ച് പഠിക്കാതിരിക്കാണ്ട് എക്സാമാണ് വരാൻ പോണത്. ഇങ്ങനെ കളിച്ചിരിച്ച് നടന്നാൽ പോലെ എക്സാമൊക്കെ പാസ്സാവണ്ടേ. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ കിടക്കുന്ന റൂം ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഞാൻ പഠിക്കണ നേരത്തെ ആ കാരം മടക്കനെടുത്ത് വന്ന് പുറത്തേക്ക് ഇട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് മാറ്റണമല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ പുതിയ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ വലിയ പുള്ളിയായതല്ലോ, അപ്പോൾ എഡിറ്റിങ്ങിന് വർക്കൊക്കെ ഉണ്ട്, പിന്നെ പ്രൊമോഷൻ ചെയ്യാൻ കുറച്ച് ചാനലൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നേരാക്കാണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ചെയ്തിട്ട് ഞാൻ പഠിക്കാതിരിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.